എന്റെ ഇന്നത്തെ ഓട്ടം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഒരു ജോലിയുണ്ട്. പണ്ടെന്നെ ഓട്ടോ ഓടിക്കാൻ പഠിപ്പിച്ച കൊച്ചത്തിനെ ഇപ്പൊ കാർ ഓടിക്കാൻ പഠിപ്പിക്കുന്നത് ഞാനാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് താക്കോലും കൊടുത്ത് വീട്ടിലെത്തിയപ്പോ മണി 8:30 ഇനി വേണം ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ. ഇപ്പൊ വളർന്നു വന്ന ചെടികളെല്ലാം മുറ്റത്തോട്ടാക്കി. പിന്നെ ഇന്നലെ പുതിയൊരു ചെടി കൂടി നട്ടു. ചെടിയുടെ പേര് നീലക്കൊടുവേലി. ഈ പേര് ആദ്യം കേട്ടപ്പോ ആട് സിനിമയാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറകിലോട്ട് ചെന്നപ്പോ അവിടെ അത്രയും ചവറ്. അങ്ങനെ അതെല്ലാം തൂത്തുവാരിയിട്ട് പൊടിപ്പിക്കാൻ വെച്ച ചെടികൾക്കും വെള്ളം ഒഴിച്ചു. ഒടിച്ചു വന്ന ചെടികളെല്ലാം ഇനി മുന്നോട്ട് കൊണ്ടുവന്ന് വെക്കുകയും വേണം. മുകളിലെ തട്ടിലെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി താഴെ എന്റെ പച്ചക്കറി തൈകൾ നോക്കാൻ പോകാൻ. അങ്ങനെ താഴോട്ട് പോകുന്ന സ്റ്റെപ്പിൽ ഫുള്ള് കരിയിലായി. അതെല്ലാം തൂത്തുവാരിയിട്ട് എന്റെ പച്ചക്കറി തൈകൾക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പോയി. ആദ്യം പോയി ചെടികളുടെ വളർച്ച എന്തായി നോക്കിയപ്പോൾ കൂട്ടത്തിൽ ഒരെണ്ണം മാത്രം പട്ടുപോയി. പകരം അതിനൊന്ന് മാറ്റി നടുകയും ചെയ്തു. ബാക്കിയുള്ളവയെല്ലാം കുറേശ്ശെ തളിരിട്ട് തുടങ്ങി. അങ്ങനെ തൈകൾ നോക്കാൻ പോയ വഴിയെ കിട്ടിയ തേങ്ങ എടുത്ത് വെച്ചിട്ട് എല്ലാ തൈകൾക്കും വെള്ളം ഒഴിച്ചു. പിന്നെ ഇന്ന് 2 കുരുമുളകിന്റെ തൈ കൂടി നടാനുണ്ട്. പറ്റിയൊരു സ്ഥലം നോക്കിയിട്ട് അതും കൂടി നട്ടു വെക്കണം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വീട്ടിലെ രാവിലത്തെ കാപ്പി ഉണ്ടാക്കാൻ. അങ്ങനെ ഇപ്പൊ രാവിലത്തെ ഈ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഞാനും അച്ഛനും പൊതുവെ ഒരുമിച്ചുള്ള യാത്രകൾ ചുരുക്കമാണ്. വീട്ടിൽ ഞാനും അച്ഛനും കളിയും തമാശയൊക്കെ ആണെങ്കിലും പുറത്തു വെച്ച് കണ്ടാൽ ഒരു പരിചയവും കാണിക്കാറില്ല. അച്ഛനും അമ്മയും രോഗത്തിന്റെ പേരിൽ മത്സരിക്കുകയാണോന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 പേർക്കും വയറ് നിറച്ച് കഴിക്കാനുള്ള മരുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ അച്ഛനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വീട്ടിലെ സാധനം വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് എത്തി. ഈ ഓട്ടത്തിനിടയിൽ ഉച്ചയ്ക്കുള്ള ആഹാരം വന്നിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ല മുളകരച്ച ചമ്മന്തിയും സലാഡും മുട്ട പൊരിച്ചതുമാണ്. അങ്ങനെ ഉച്ചത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കി അച്ഛനും അമ്മയ്ക്കും കൊടുത്തു. അമ്മയ്ക്കാണെങ്കിൽ ആദ്യം ഈ കറിയൊന്നും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ നാളെ നല്ല കറികൾ വെക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അമ്മ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഉച്ചയ്ക്കുള്ള കലാപരിപാടികൾ കഴിഞ്ഞാൽ ഇനി വീണ്ടും കൊണ്ടുപോകണം അച്ഛനെ ഹോസ്പിറ്റലിൽ. അങ്ങനെ വൈകിട്ട് 6 മണിയായപ്പോഴേക്കും ഞാനും അച്ഛനും വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഇന്നത്തെ ദിവസം ആകെ മൊത്തത്തിലൊരു ഓട്ടമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മിക്ക ദിവസങ്ങളും.